മഹാമാഘ മഹോത്സവം നിളയുടെ തീരത്ത് നടക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ തോതിലുള്ള ആഘോഷ പരിപാടികൾ, വിശ്വാസികളുടെ പ്രവാഹമൊക്കെ അങ്ങോട്ടേക്കുണ്ട്. ഇതിൻ്റെ ഭാഗമായി വളരെ പ്രധാനപ്പെട്ട ഒരു രഥയാത്ര ഇന്ന് തിരുനാവായിൽ എത്തുന്നുണ്ട്. നേരത്തെ തമിഴ്നാട് അനുമതി നിഷേധിച്ച യാത്ര ഇന്നലെ രാവിലെ പാലക്കാട് കൽപ്പാത്തിയിൽ നിന്നാണ് ആരംഭിച്ചത്. ഇന്ന് ചിന്നക്കത്തൂർ, വാണിയംകുളം, കുളപ്പുള്ളി, പട്ടാമ്പി, തൃത്താല, കുറ്റിപ്പുറം എന്നിവിടങ്ങൾ വഴി വൈകിട്ടാണ് രഥയാത്ര തിരുനാവായിൽ എത്തിച്ചേരുക. CB അനുമോദ് വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, വിശ്വാസികളുടെ വലിയ ഒരു സംഗമമാണ്. അത്തരത്തിൽ തന്നെ നിളയുടെ തീരം അത് ആഘോഷിക്കുകയുമാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ആചാരപരമായ എന്തൊക്കെ ചടങ്ങുകൾ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു? രഞ്ജിത്ത്, ഈ ഒരു മാഘമഹോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഈ രഥോത്സവം. ഈ രഥഘോഷയാത്ര തിരുനാവായി എത്തുക എന്നുള്ളത്. പൂജിച്ച ശ്രീചക്രം, അതായത് നിളയുടെ ഉത്ഭവസ്ഥാനമായ ത്രിമൂർത്തി മലയിൽ നിന്ന് പൂജിച്ച ശ്രീചക്രമാണിപ്പോൾ ഇന്ന് തിരുനാവായിലെത്തുക. നമുക്കറിയാം, ഈ ഒരു രഥഘോഷയാത്രയ്ക്ക് തമിഴ്നാട് അനുവാദം കൊടുക്കാതിരുന്നതും തുടർന്ന് കേരളത്തിൻ്റെ അതിർത്തിയിൽ എത്തിയതിനു ശേഷം ഈ ഘോഷയാത്ര പുനരാരംഭിച്ചത് നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് കണ്ട സാഹചര്യം കൂടിയുണ്ട്. ഇന്നലെ പാലക്കാട് നിന്ന് യാത്ര തിരിക്കുകയും ചെയ്തു. ഇന്ന് ആദ്യ ദിവസമായി ചിനക്കത്തൂർ, ഇന്നത്തെ ഈ യാത്രയുടെ അവസാന ദിവസമായി ഇന്ന് ആദ്യം ചിനക്കത്തൂരാണ് ഈ ഒരു യാത്രയ്ക്ക്, ഈ രഥയാത്രയ്ക്ക് സ്വീകരണം നൽകുക. തുടർന്ന് വാണിയംകുളം, കുളപ്പുള്ളി, പരക്കുട്ടിക്കാവ്, അതുപോലെ പട്ടാമ്പി, തൃത്താല, കുറ്റിപ്പുറം എന്നീ മേഖലകളിലൂടെയാണ് യാത്ര കടന്നെത്തുക. ഉച്ചയോടെ കുറ്റിപ്പുറത്തെത്തുകയും തുടർന്ന് വൈകുന്നേരം തിരുനാവായിൽ ഈ രഥഘോഷയാത്ര എത്തിച്ചേരുകയും ചെയ്യും. ഇന്ന് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ, സർവൈശ്വര്യ പൂജയും അത്തരത്തിലുള്ള പൂജകളാണ് ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് നടക്കുന്നത്. രാവിലെ എല്ലാ ദിവസവും ദിവ്യസ്നാനമുണ്ട്. അതിനുശേഷം പ്രത്യേക പൂജകൾ, സുഹൃത ഹോമം ഇന്ന് രാവിലെ നടക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ 11 മണി മുതൽ ഗായത്രി അക്ഷരദേവതാ പൂജയും യജ്ഞവും നടക്കുന്നുണ്ട്. വൈകുന്നേരം 5:30 മുതൽ സർവൈശ്വര്യ പൂജയും നടക്കും. അതിനുശേഷം എന്നത്തെയും പോലെ നിളാരതിയും, വൈകുന്നേരം 7 മണിക്ക് ശേഷം നിളാരതി ഉണ്ടാവുക. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം മുതലാണ് ഈ ഒരു താൽക്കാലിക പാലത്തിലൂടെ സാധാരണ എല്ലാവർക്കും ഇവിടെ ഉള്ളിലേക്ക്, അതായത് ഈ പുഴയുടെ തീരത്തേക്ക് പ്രവേശനത്തിനുള്ള അനുമതി നൽകിയിട്ടുള്ളത്. അനുമതി എന്ന് പറയാൻ കഴിയില്ല, മാർഗനിർദ്ദേശങ്ങളും നൽകിയിരിക്കുന്നത്. ഇന്നലെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം PWD അസിസ്റ്റന്റ് എഞ്ചിനീയറും SP-യും ഈ താൽക്കാലിക പാലത്തിൻ്റെ സുരക്ഷാ നടപടികൾ പൂർത്തിയാക്കിയിരുന്നു, സുരക്ഷ പരിശോധിച്ചിരുന്നു. പക്ഷേ ഇത് അനുവാദം പൂർണ്ണമായിട്ടും ലഭിച്ചിട്ടില്ല. ഇനി ഈ കേസ് 27-ാം തീയതി പരിഗണിക്കുമ്പോഴായിരിക്കും ഹൈക്കോടതി ഇതിന് അനുവാദം നൽകുക. പക്ഷേ അപ്പോഴേക്കും ഒരുപാട് ദിവസങ്ങൾ ഇനിയും പോകാനുള്ളതുകൊണ്ട് പോലീസ് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ, പോലീസും അതുപോലെ PWDയും നൽകിയിരിക്കുകയാണ്. അതിൽ 20-ലേറെ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഇന്നലെ മുതൽ വിശ്വാസികളെ, അല്ലെങ്കിൽ ഈ യജ്ഞത്തിൽ പങ്കെടുക്കാനെത്തുന്നവരെ താൽക്കാലിക പാലത്തിലൂടെ പ്രവേശിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി വലിയ തിരക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നൊരു കണക്കുകൾ തന്നെയാണ് സംഘാടകർക്കുള്ളത്. എന്താണെങ്കിലും ഇനിയുള്ള ദിവസങ്ങളാണ് ഈ ഒരു മാഘമഹോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ വരാൻ പോകുന്നത്. അതിൻ്റെ ഒരു തിരക്കിലേക്ക് ഈ ഒരു മാഘമഹോത്സവം കടക്കുകയാണ് ഇനി മുതൽ. ശരി, CB അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.